ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. ബിഗ് ബോസ് സീസൺ 2 സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. പരിപാടിയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, പ്ലീസ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ ഇന്ന് കൂടുതലും മോർണിംഗ് തന്നെ ഒരു സുപ്രഭാതത്തിൻ്റെ കഥയും കൊണ്ട് അനീഷ് സാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അനീഷ് ടി എ സുപ്രഭാതമായിരുന്നു ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഫസ്റ്റിൽ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ച് എന്തെന്നാ മലയാളി പ്രേക്ഷകർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടിൽ പുള്ളി അതിനെ ഒരു കണ്ടൻറ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സില്ലി കണ്ടൻറ് എന്നുള്ള രീതിയിൽ അത് കിടന്ന് ഓടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ ബിന്നി അതിനെ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിമോളും അങ്ങനെ കുറേ പേര് അവിടെ കിടന്ന് പാനി ശരത്ത് എല്ലാവരും കിടന്ന് തർക്കിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ പ്രൊമോട്ട് ചെയ്ത് പുള്ളിക്കാരന് മാക്സിമം സ്ക്രീൻ സ്പേസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഇവരെല്ലാവരും കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മെയിനായിട്ട് പിന്നെ കണ്ടൻറ്റുകൾ വൺ ബൈ വൺ ആയിട്ട് ഇത് തന്നെയാണ് കൂടുതൽ വന്നത്. പിന്നെ മെയിൻ കണ്ടൻറ്റ് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഒരു അനിമോളിൻ്റെ കേസ് തന്നെയാണ്. അനിമോള് പറയുന്ന കണക്ക് ഡോക്ടേഴ്സ് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിസിൻസ് എഴുതി കൊടുക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഷാനവാസ് പറയും. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല. ബെന്നി ഡോക്ടറാണല്ലോ, അപ്പം ബിന്നി എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ ഡോക്ടറാണല്ലോ. പുള്ളിക്കാരത്തിനെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷാനവാസ് ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. ബട്ട് ഈ പറയുന്ന അനിമോൾക്ക് അതങ്ങ് പിടിച്ചിട്ടില്ല. പുള്ളിക്കാരത്തി അത് ഇമോഷണലി ട്രീറ്റ് ചെയ്തിട്ട് പോയി കരയുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ തിരിച്ചറിയുകയും അങ്ങനത്തെ ഉള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലീശേ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഒരു റെലവൻ്റ് അല്ലാത്ത ഒരു ടോപ്പിക്ക് ജസ്റ്റ് അനിമോളിൽ ജസ്റ്റ് ലീവ് ചെയ്ത് വിടാവുന്ന കാര്യമുള്ളായിരുന്നു. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ ഒരു മാറ്ററാക്കിയൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിന് വന്ന ഗിസേൽ ആക്ച്വലി ഗിസേലിൻ്റെ മറ്റേ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ ആരോ ഷോ ഓഫ് ചെയ്തു, മീൻസ് അത് ക്യാമറയിൽ കാണിച്ചു, പബ്ലിക്കായിട്ട് ഇട്ടു എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് അനീഷ് അത്യാവശ്യം ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ അതൊരു മേജർ ടോപ്പിക് ആയതുകൊണ്ട് അതിന് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളതിൻ്റെ ധാരണയിൽ തന്നെ അനീഷ് അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് അതൊരു മാറ്ററാണ്. മീൻസ് അങ്ങനെ അപ്പോൾ ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു ഷോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. അത് തന്നെയാണ് കറക്റ്റ്. പക്ഷെ അത് പ്രതികരിക്കാതിരുന്നതിൽ അനിമോളിനെയും അതുപോലെ ശാരിക അത് പ്രതികരിച്ചില്ല എന്നും പിന്നെ ഈ ആര്യനാണത് ചെയ്തതെന്നുള്ളത് ശരിക്കും കണ്ടവർ മനസ്സിലാക്കിയവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷോ കാണുന്നവർ ലൈവ് കാണുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എപ്പിസോഡ്സിലൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ കൂടി അനിമോള് മേ ബി എനിക്ക് തോന്നുന്നു അത് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതൊരു കാഷ്വൽ രീതിയിൽ ചെയ്തതെന്നായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ഇതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കാം പുള്ളിക്കാരത്തി ഹൈഡ് ചെയ്തത്. പക്ഷെ അതൊരു കണ്ടൻറ്റായിട്ട് എടുത്തായിരിക്കാം അനീഷ് അതിനെ റിയാക്ട് ചെയ്തത്. ഇവൻ അത് ശാരിക ആയാലും അതിനെ ഓൺ ടൈമിലായിട്ട് റിയാക്ട് ചെയ്തിരുന്നു. അത് ക്യാപ്റ്റനോട് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളൊരു മാറ്ററായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാരണങ്ങളാൽ ഈ ഗിസേൽ ആൻഡ് അനിമോൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗിസേൽ കുറച്ച് കാര്യങ്ങൾ അനിമോളിൻ്റെ പേരിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനിമോളിൻ്റെ കയ്യിൽ ഉള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി എന്തോ മൈക്കെടുത്ത് മാറ്റി വെച്ചു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് റിയലായിട്ട് എന്താ നടന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു മൈക്കെടുത്ത് വെച്ചല്ല, അബദ്ധം പറ്റിയെന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ആക്ച്വലി ഇവർ ചായയുടെ ഒരു കാര്യത്തിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗിസേലിന് കുറച്ച് കടുപ്പം കൂടി ചായ വേണമെന്നും അനിമോൾക്ക് അത്ര കടുപ്പം വേണ്ട എന്നുള്ളൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. അപ്പം അനിമോള് ഗിസേലുണ്ടാക്കിയ ചായ സ്റ്റൗ ഓഫ് ചെയ്യുക, മീൻസ് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുക 2-3 ടൈം ഓഫ് ചെയ്തപ്പോഴത്തേക്ക് ഗിസേൽ തിരിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ അനിമോളും മൊത്തം എല്ലാവർക്കും കൂടെ ചായ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അനിമോളല്ല കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ ഇപ്പം മറ്റേ സരിക, ബിന്നി, സെബാസ്റ്റ്യൻ അവരൊക്കെ ആയിരുന്നു. പിന്നെ മറ്റേ ഓണിയൻ സാബു ഇവരൊക്കെ ആയിരുന്നു ഡ്യൂട്ടിയിലുള്ളത്. രഞ്ജിത്തും. പക്ഷേ
പുള്ളിക്കാരത്തിയാണ് ചായ ഇട്ടത്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അറിയത്തില്ല. അത് മേ ബി പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്തതായിരിക്കും. സെയിം പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഗിസേലിൻ്റേതായിട്ടുള്ള ചായ ഉണ്ടാക്കി. ഗ്യാസ് അത്രയും യൂസ് ചെയ്യുകയാണ് ഇവരെല്ലാവരും കൂടെ. അപ്പം കിച്ചൺ ടീമിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇങ്ങനെ. കിച്ചൺ ടീമിലില്ലാത്ത ആൾക്കാർ കയറിയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്ലാഷസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അങ്ങനെ പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് അനിമോളത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടുപേരും അതിൽ പാർട്ടായിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. സോ അങ്ങനെ ഒരു ഡിസ്കഷനും ഇതിലാണ് ഈ അനിമോളുടെ തെറ്റ്. പിന്നെ അനിമോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. മേ ബി ആളുടെ ഒരു ഷാരിയോട് പറയുന്നുണ്ടായിരുന്നു, ആൾ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങൾക്ക് നന്നായിട്ട് കരയുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കൊണ്ട് ചിലപ്പം ജനറ്റിക്കാണ് ഇങ്ങനത്തെ കാര്യമെങ്കിൽ മേ ബി. പിന്നെ രേണുസുധീനെ നമ്മുടെ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. നവീൻ ജസ്റ്റ് എന്തോ ആട്ടുന്നുണ്ടായിരുന്നു. ഇത്രയുള്ളേ ഉള്ളൂ നിങ്ങളുടെ മുഖം കണ്ടാൽ ആട്ടാൻ തോന്നും എന്നൊക്കെ പറയും. രേണുസുധി എക്സാക്റ്റ് പ്രതികരിക്കുന്നതിന് അതിനിടയ്ക്ക് ശാരിക കയറിയിട്ട് പറയുന്നുണ്ടായിരുന്നു, രേണു എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം ശാരികയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളെ ആട്ടിയാൽ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഞാൻ പ്രതികരിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഷാനവാസിൻ്റെ കുറച്ച് തള്ളുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എങ്ങനെയാണ് മറ്റേ സീരിയലിലൂടെ ചില ആളേതൊരു വലിയ സീരിയൽ ചെയ്തിട്ടുണ്ട്, കുങ്കുമപ്പൂവാണെന്ന് തോന്നുന്നു, അതിൽ രുദ്രൻ എന്ന കഥാപാത്രത്തിന് എങ്ങനെയാണ് ആളുടെ കഴിവ്, ആ കഴിവ് കാരണമാണ് ആൾ പുറത്ത് പ്രേക്ഷകർ അംഗീകരിച്ചതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സൈലൻ്റായിട്ട് പോകുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ലൈവിൽ എനിക്ക് കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ കുറച്ചധികം പ്രോഗ്രാംസുകൾ നടന്നിരുന്നു. ഇപ്പോൾ രേണുസുധിയും ആര്യൻ തമ്മിലൊരു ചെറിയ സ്കിറ്റ് കണക്കുള്ള സംഭവം ചെയ്തു. അത് അത്യാവശ്യം നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ ഈ ഇവർ സരിക അടിപൊളിയായിട്ടൊരു പാട്ട് പാടി, സെറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ശാരിക ചുമ്മാ അനീഷിനെതിരെ ഒരു പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. മേ ബി അത് ഈ യൂട്യൂബ്സിലൊക്കെ ഹിറ്റാവാൻ സാധ്യതയുള്ള പാട്ടാണ്. പിന്നെ അവിടെ കുറച്ച് അനിമോളിൻ്റെ കോർഡിനേഷനിൽ കുറച്ച് പ്രോഗ്രാംസ്, ഇപ്പം അനിമോൾ അക്ബർക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് കുറച്ചധികം പ്രോഗ്രാംസ് നടത്തുന്നു. അതൊന്നും വിഷയമില്ല, നമ്മുടെ ആക്ച്വൽ എപ്പിസോഡ്സിൽ വന്നിട്ടില്ല. പക്ഷേ അതൊക്കെ നല്ല അടിപൊളി വൈബ് പ്രോഗ്രാംസ് ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഓവറോൾ ഒരു നല്ലൊരു കുറേ കണ്ടൻറ്റുകൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യം ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേജറായിട്ട് പണിപ്പുര ടാസ്ക് പരിപാടി കഴിഞ്ഞ് പണിപ്പുര ടാസ്കിന് വേണ്ടിയിട്ട് ഈ അക്ബറും മറ്റേ ലെസ്ബിയൻ കപ്പിൾസുമാണ്, ആദിലയും നൂറയാണ് കയറിയത്. അപ്പോൾ അവർക്ക് കുറച്ച് മറ്റേ ലോട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലവർക്ക് കുറച്ചധികം ടൈമും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയത് 16 സെക്കൻഡും 475 എന്ന സ്കോറുമാണ്. അപ്പോൾ അവർ 16 സെക്കൻഡിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് പണിപ്പുരയിൽ കയറിയിട്ട് അവർ കുറേ എടുത്തുകൊണ്ട് വന്നിട്ട് ജനറലിനകത്ത് കൊണ്ടിട്ടു. പക്ഷേ ഈ ജനറൽ ഇട്ടതിന് ശേഷം ആക്ച്വലി ജനറൽ ഇട്ടില്ല, 16 സെക്കൻഡ് കൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഇട്ടതൊക്കെ ലേറ്റാണ്. അത് കാരണത്താൽ ബിഗ് ബോസ് അത് റിട്ടേൺ ചെയ്യിപ്പിച്ച് സ്റ്റോർ റൂമിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്കൊന്ന് ഈ ഒരാഴ്ച ഒരു പണിപ്പുര ടാസ്കും കൂടെ ഉള്ളൂ. ഇപ്പം ഡ്രസ്സും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പിന്നീട് മെയിനായിട്ട് ഇത് നടന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബിൻസിനെ കോൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പുതിയൊരു ടാസ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തു. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അതായത് ഇനി മുതലുള്ള 4 ദിവസം വെള്ളിയാഴ്ച ടിൽ ഫ്രൈഡേ വരെ 4 പേരെ ചൂസ് ചെയ്യണം ഫ്രം ദി ടീമിൽ നിന്ന്. 4 പേരിൽ ചൂസ് ചെയ്യാന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം അവർക്ക് ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിൽ കൊടുക്കും. കട്ടിലിൽ ഒരാൾ അറ്റ് എ ടൈം കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. അതിനൊക്കെ മറ്റ് 3 പേര് അതിന് ചുറ്റും ഇരിക്കണം എന്നുള്ളത്. ചുറ്റും ഇരുന്നതിന് ശേഷം ഉറങ്ങുകയോ മറ്റോ ചെയ്താൽ അവർക്കോ കൂട്ടത്തിലുള്ളവർക്കോ അകത്തുള്ളവർക്കോ ഒക്കെ കയറിയിട്ട് ഇവരെ ഒരു റെഡ് പോർഷൻ ഉണ്ട് ഗാർഡനിൽ, അവിടെ കൊണ്ടിട്ടാൽ ഡയറക്റ്റ് എവിക്റ്റ് ആവും. എവിക്ഷൻ കൈൻഡ് ഓഫ് ആണ്. അപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോമിനേഷൻസ് പ്രോസസ്സ് നടന്നു. അപ്പം കുറേ പേര് കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞ് മേലിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് പലരും പറഞ്ഞത്. ഫൈനലി സെലക്ട് ചെയ്ത ആൾക്കാരാണ് മറ്റേ ഗിസേൽ തക്രാൾ, അതുപോലെ സരിക, ദെൻ നമ്മുടെ ശൈത്യ, അതുപോലെ തന്നെ
വേറൊരാളും കൂടെ സെലക്ട് ചെയ്ത് ഓക്കെ ഷാനവാസ്. അപ്പം ഇവരുടെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. അതായത് ചിലർ കിടന്ന് ഉറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഗിസേൽ മാത്രമാണ് ഉറങ്ങാതെ അവിടെ നിൽക്കുന്നത്. ബാക്കി സരിക നല്ല അടിപൊളിയായിട്ട് കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഷാനവാസ് തറയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് അപ്പാനി ശരത്ത് വന്നിട്ട് ഷാനവാസിനെ പൊക്കാൻ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടെ ഈ പറഞ്ഞ ഷാനവാസിനെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു ഗെയിം സ്പിരിറ്റ് എടുത്തില്ല. ഒരാളെ ഔട്ടാക്കാൻ പറ്റിയൊരു ചാൻസ് ആയിരുന്നു. കൂടെ ഉള്ളവർക്ക് ഔട്ടാക്കാൻ ഒരു ഗെയിം സ്പിരിറ്റിലൊന്നുമല്ല കളി. അപ്പോൾ ഇതാണ് ശരിക്കും ഓവറോൾ നമ്മുടെ ഒരു എപ്പിസോഡ് 2. പിന്നെ മെയിനായിട്ട് എനിക്ക് ഈ 2 എപ്പിസോഡ് കണ്ടതിൽ വെച്ചിട്ട് കുറച്ചും കൂടെ ജെന്യൂനിറ്റിയൊക്കെ ഫീൽ ചെയ്തിരിക്കുന്ന ആൾക്കാർ പലരും പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു രേണുസൂതി അത്യാവശ്യം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഹൈഡൊന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഷാരിക അത്യാവശ്യം ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ അപ്പാനി ചേർത്ത് കുറച്ച് ഓവർഷോ ആണെന്നുള്ളത് തോന്നുന്നുണ്ട്. ഷാനവാസ് ഇത്ര ഓക്കെ അല്ല. അക്ബറായാലും വെറുതെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഷൗട്ട് ചെയ്യാണ്. ബാക്കിയുള്ള ആൾക്കാരൊന്നും അത്ര പിടിയിട്ടിട്ടില്ല. ഇങ്ങനെ വരുന്നുണ്ട്. അത്ര സ്ട്രോങ് സെറ്റ് കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊന്നും കണ്ടില്ല. ഈ അഭിശ്രീയൊക്കെ ഫസ്റ്റ് ഡേയിൽ ഭയങ്കര ദേഷ്യം എന്നല്ലാതെ വേറെ അതിനൊന്നും ഒരു ലോജിക്കൽ റോളില്ല. സോ ഇതൊക്കെയാണ് എപ്പിസോഡ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്ത എപ്പിസോഡ് കാണാം.